സുഗതൻ സാറേ, സത്യത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഓൺലൈൻ വരുന്നു എന്നൊക്കെ ആദ്യം പറയുന്നത് കേട്ടപ്പോൾ നമുക്കൊരു പങ്കപ്പാടുണ്ടായെങ്കിലും അത് പ്രാവർത്തികമായി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഗുണം ശരിക്കും കിട്ടുകയുമാണ് ചെയ്തത്. ആമേ കറക്റ്റ്? ശരിയാണ് സാറേ, നമുക്കൊരു ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വരുമാന സ്രോതസ് വറ്റി വരുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയില്ല. സ്രോതസ്സുകളൊക്കെ മുൻകാല തേജസ്സോടുകൂടി നിലനിൽക്കുകയും എന്നാൽ തൊഴിൽ നടപടിക്രമങ്ങളൊക്കെ വളരെ ലഘൂകരിക്കപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ മാനസിക സംഘർഷങ്ങളെ ഇല്ലായ്മ ചെയ്യും, ദൈനംദിന ജീവിതത്തിലെ പുതിയ ഉണർവ് ആർജിക്കുകയും ചെയ്യും. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എല്ലാ തൊഴിൽ മേഖലകളിലും സാർവത്രികമായി ഈ നവസംരംഭം വന്നതോടുകൂടിയിട്ട് കേരളീയ സമൂഹത്തിന്റെ സംവേദന രീതിക്ക് തന്നെ അല്ലെങ്കിൽ സംവേദന ശൈലിക്ക് തന്നെ ഒരു ദിശാബോധം ഉണ്ടായിരിക്കുകയാണ് അല്ലേ? സാറേ, നിങ്ങൾ എന്താ പറയണേ? എന്തുപറ്റി? അല്ല, ഒന്നും മനസ്സിലാവണില്ല. ഏതോ സാഹിത്യ ചർച്ചയുടെ ഇടയിലൊക്കെ പോയിരിക്കണ പോലെ ഉണ്ട്. സാറേ, ഇതൊരു ഓഫീസല്ലേ സാറേ? മനുഷ്യന് മനസ്സിലാവണ ഭാഷയിൽ വല്ലതും പറ. മൊയ്തു സാർ തരണേ കണ്ണടയാണ്, അതല്ല മുഖത്തിരിക്കണേ. കണ്ണടയല്ല, എന്റെ പെണ്ണ് കാണുന്നില്ല. കൊറേ നേരമായി ഈ പെണ്ണ് തെരഞ്ഞെടുക്കണേ. ഇന്നിപ്പോ പേനയാണ്, ഞാൻ എടുത്തിട്ടില്ല. അല്ല, ഞാൻ രാവിലെ എഴുതിയതാണ്, കൊറേ എഴുതിയതാ, പെട്ടെന്ന് കാണാണ്ടായി. സാറാ മേശപ്പുറത്തൊക്കെ നന്നായിട്ട് നോക്ക്. മേശപ്പുറത്തൊക്കെ നോക്കി ഞാൻ മണ്ടു, എല്ലാം മേശപ്പുറത്ത് നോക്കി, എവിടെയില്ല. സുഗതൻ സാറേ, നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്ത ഈ വിഷയമുണ്ടല്ലോ, ഓൺലൈൻ, മൊയ്തുവിനെ പോലുള്ള ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടില്ല. എന്താ കാരണം? എന്താ നിങ്ങൾ പറയൂ. കാര്യം അതായത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ആധുനികതയെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ആർജവം കാണിക്കുന്നില്ല. അവര് എപ്പോഴും അന്വേഷണത്തിലാണ്. അവര് മരണം വരെ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കും. സാറേ, സാറ് പേന തരണേനെ പറ്റിയാ ഇവര് പറയണ. ബ്രോ, സാറ് കണ്ടി നിന്റെ പേന രാവിലെ മുതലേ കാണുന്നില്ല, എല്ലായിടത്തും തെരഞ്ഞു. ഇനിയിപ്പോ ഏടെ പോയിട്ട് ഇത് തെരയാൻ. സാറേ, ഒന്നിവിടെ വരി. ഓ, ലാടം കെട്ടിയ കുതിരയെ പോലെ ഒരേ വഴിക്ക് തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കുഴിയിൽ പോയി മൂക്കും കുത്തി വീഴും. ചുറ്റുവട്ടം നോക്കണം. നോക്കി, ഞാൻ എല്ലായിടത്തും നോക്കി, കാണില്ല. അങ്ങോട്ട് തിരി. ശരി, നിങ്ങളെടുത്ത് ചെക്കല്ലേ അത് കൽപ്പിക്ക. എന്തൊക്കെ പണി ഉണ്ടെങ്കിൽ ഇവിടെ അതിന്റെ ചിരിക്കണം എല്ലാരും. അത് ശരി. സാറേ, സാറേ, ഒരു സംശയമുണ്ട്, അത് അറിയാൻ വന്നത്. എന്താ? ഏജന്റ് ഉണ്ടല്ലോ സാർ, ഏജന്റ്, അതാവാൻ എന്തെല്ലാം വേണ്ട? എന്തിനാ ഏജന്റ് ആവാൻ എൻ്റെ വലിയ ആഗ്രഹമാണ്. പിന്നെ പത്രത്തെ കണ്ടിന് ഏജന്റിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന്. ഇപ്പൊ എന്താണ് നിന്റെ ജോലി? എനിക്ക് ചാക്കിന്റെ പണി. ചാക്കിന്റെ പണി? അതെ സാറേ, ഈ പറിച്ച ചാക്ക് ഉണ്ടല്ലോ, കീറിയ ചാക്ക്, ആ വീട്ടിൽ പോയിട്ട് എടുത്തോണ്ടിട്ട് തുന്നി കെട്ടിയിട്ട് പീടിയിൽ പോയിട്ട് വിൽക്കും. പിന്നെ ഏജന്റിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ സാറേ? ചാക്ക് വെച്ചോടമാണ് പണി. അതെ സാറേ, അത് മതി. ഓ, താനൊരു കാര്യം ചെയ്യുക, ഒരു 4-5 ചാക്കെടുത്ത് തോളിലിട്ടിട്ട് പതുക്കെ വരിക. എന്നിട്ട് ഈ ഓഫീസിൽ ഏജന്റുമാർ നിൽക്കുന്ന സ്ഥലമുണ്ട് താഴെ, അവിടെ വന്ന് പളുങ്ങി നിൽക്കുക. വാഹന ഉടമകളായിട്ടുള്ള ആളുകള് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മാടി വിളിക്കുക. ഇങ്ങനെ വിളിക്കാം? അതെ, അവരടുത്തേക്ക് വരുമ്പോ ചാക്കിട്ട് പിടിക്കുക. അങ്ങനെ ഒരു 4-5 പേരെ ചാക്കിട്ട് പിടിക്കുമ്പോഴേക്കും താൻ ഒരു നല്ല ഏജന്റ് ആയിട്ട് മാറും. സാറേ, വേറെ എന്തെങ്കിലും വേണം? വേറെ ഒന്നും വേണ്ട, ചാക്കിട്ട് പിടിക്കാനുള്ള കഴിവ് മാത്രം മതി. അപ്പൊ ചാക്കെടുത്തിട്ട് രാവിലെ ഞാൻ വരാം. ഓ, ശരി ശരി, പോയിക്കോട്ടെ സാറേ. ഓ, സാറേ, പ്ലാസ്റ്റിക് ചാക്കായാലും കുഴപ്പമുണ്ടാവുക? ഉള്ളിച്ചാക്കാ നല്ലത്. ഉള്ളി ചാക്ക മതിയല്ലോ സാർ, ഞാൻ സംഘടിപ്പിക്കാം സാർ. ശരി. എന്താണ് സുഹൃത്ത് സാറേ വിശേഷങ്ങളൊക്കെ? എന്തൊട്ട് വിശേഷം അറിഞ്ഞിട്ടാണോ എനിക്ക് കല്യാണം കഴിക്കാൻ? ഇയാൾ വന്ന കാര്യം സഹിച്ചിട്ട് പോവാൻ നോക്കേടി. സാറേ, നമ്മളൊരു ഏജന്റ് ആണ്. എന്നിട്ട് എനിക്കറിയില്ലേ, നിങ്ങളെ 4 കൊല്ലമായിട്ടോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. സാറെ കാണാൻ മാത്രമല്ല കേട്ടാ, കാണുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ ഈ കയ്യിലേക്ക് തന്നെയാണ് തരല്.
സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതലൊന്നല്ല. വെഹിക്കിൾ ഓണർമാരെ പിഴിഞ്ഞു കിട്ടുന്ന കാശിന്റെ ഒരു വീതല്ലേ തരുന്നത്. ബാക്കിയൊക്കെ ഈ ബാഗിലേക്കല്ലേ? അതെന്നെ വർത്തന സുഖം സാറേ. ഞങ്ങൾ ഏജന്റുമാരുള്ളതുകൊണ്ടാ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ സേഫായിട്ട് എത്തണം. കുന്താണ് മണ്ണുതാ ഇങ്ങോട്ട് വാ. അല്ല സാറേ, സുഖം സാറ് പറഞ്ഞോണ്ട് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങോട്ട് പാടോ. ഇല്ല സാറേ, ഞാനത് കളഞ്ഞു. ഇങ്ങോട്ട് പാന്ന് അല്ല സാറേ കാര്യമാക്കണ്ട. അടിക്കി. സാറേ ഞാനത് വിട്ടു. അതല്ല, വേറെ വിഷയമുണ്ട്. അത് ഈ ഇന്നലെ എൻ്റെ കണ്ണടൻ്റെ കൂടെ എടുത്തീനെ ഇവിടുന്ന്. ഞാനെടുത്തിട്ടില്ല. അല്ല, ഇന്നലെ സാധനം ഇവിടെ ഉണ്ട്. ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോഴൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ അത് കാണുന്നില്ല. എന്റെ സാറേ ഞാൻ കണ്ണട വെക്കല്ലേ, പിന്നെ എനിക്ക് തന്നെ അതിനത് കണ്ണട വെക്കൂല. എന്നാലും പോണ പോക്കിന് കയ്യിലിരിക്കട്ടെ വെച്ചിട്ട് എടുത്താന്ന് പറയുന്നത് തോന്നലേ. പക്ഷെ പിന്നെ അത് സാധനം പോയി. സാധനം എവിടെയും കാണുന്നില്ല. ഇവിടെ എവിടെയൊക്കെ നോക്കി. ശരി. അപ്പൊ ഇജ്ജെടുത്തിന് എന്താണ് കോയ? അല്ല വെറുതെ ഓനെ തെറ്റിദ്ധരിച്ചില്ല നമ്മള്. എന്താ ഈ പറഞ്ഞത്? എനിക്ക് തെടുക്കുമ്പോ ഒന്ന് പറഞ്ഞൂടെ എന്നാല്. അല്ലാതെ ഞാന് അല്ല, ഞാൻ അതില്ലാണ്ട് എത്ര കഷ്ടപ്പെട്ട് സാധനം വെക്കാൻ അത് വേണ്ടേ? നിങ്ങൾ ഇതിന്റെ ഏജന്റുമാരാവുകയാണ് എല്ലാം കൂടെ. എന്താ പോന്നത്? സാറേ എനിക്ക് 2 RC ഓണർഷിപ്പും ഒരു ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസലേഷനും ഉണ്ട്. ഞാൻ ക്യാൻസൽ ചെയ്ത് തരണോ? അല്ല അത് വേണ്ട, അത് മണ്ടു മാഡത്തിന്റെ സുഖം സാറിന്റെ സെക്ഷൻ അല്ലേ, ഞാൻ അവരെ ഏൽപ്പിച്ചോളാം. പിന്നെ സാറ് പുറം കാശൊന്നും മേടിക്കാത്ത ആളല്ലയോ. എന്തിനാണ് മന്മത? ഈ ഗവൺമെന്റ് നമുക്കൊരു 10-40 റുപ്യ ശമ്പളം തരുന്നുണ്ട്. അതിന്റെ മേലെ വാങ്ങണമെന്ന് തടിക്കി പിടിക്കൂല്ലോ. ഇവരൊക്കെ എന്താ സാറേ നന്നാവത്തെ? അത് ഒരു കൊലയിൽ എല്ലാ കായും നന്നാവൂല. ചില കായൊക്കെ കെട്ടു. അമ്മാരി ചില കൈകളാ. മിസ്റ്റർ കോയെ പോലുള്ള ഏജന്റുമാരും എന്നെയും സുഗതനെയും പോലുള്ള ഉദ്യോഗസ്ഥന്മാരും പരസ്പര പൂരകങ്ങളാണ്. അത് ശരി. ഈ പൂരകങ്ങളാണ് സത്യത്തിൽ വാഹന ഉടമകളുടെ ഇച്ഛാശക്തി. എങ്ങനെ? ഇച്ഛാശക്തി. അതെ അതെ. അതുകൊണ്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ പിണക്കങ്ങളൊന്നും ഒരു നീരൊഴുക്കിന്റെ നിർഗമനത്തെ തടസ്സപ്പെടുത്തരുത്. എങ്ങനെ നിർഗം അത് ആവരുത് തന്നെ. തടസ്സപ്പെടുത്തരുത്. അതാണ്.